ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത് തെളിവുണ്ടോ, ഒരു ഹദീസ് തെളിവുണ്ടോ, വല്ല സഹാബിയും ചെയ്തിട്ടുണ്ടോ, വല്ല ഇമാമിങ്ങളും ചെയ്തിട്ടുണ്ടോ, മുൻഗാമികളായ ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാർ കമ്മിറ്റി ഉണ്ടാക്കി സക്കാത്ത് വിതരണം ചെയ്യുന്ന ഏർപ്പാടിനെ പിന്തുണച്ചിട്ടുണ്ടോ സഹോദരന്മാരെ? ഇല്ല, ഇല്ല, ഇല്ല. ഒരു ആയത്തും അതിന് തെളിവില്ല. ഒരു ദുർബലമായ ഹദീസ് പോലും അതിന് തെളിവില്ല. ഒരു സഹാബിയുടെ വാക്കും പ്രവൃത്തിയും അതിന് തെളിവില്ല. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരു ഇമാമും സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യാൻ കമ്മിറ്റി ഉണ്ടാക്കിയതായി കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ബിദ്അത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തട്ടിപ്പിന്റെ ബിദ്അത്താണ് ഈ ഗവൺമെന്റിന്റെ കീഴിലല്ലാതെ വ്യക്തികൾ കമ്മിറ്റി ഉണ്ടാക്കി സക്കാത്ത് പിരിച്ചെടുക്കുന്ന ഏർപ്പാട്. അത് ബിദ്അത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബിദ്അത്താണ് എന്ന് ആദ്യമായി തന്നെ പറയും. കുല്ല ബിദ്അത്തുള്ളാര, ഇസ്ലാമിന്റെ തത്വങ്ങൾക്കെതിരായ മുഴുവൻ ബിദ്അത്തുകളും പിഴച്ചതാ. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫവറദ്. ദീനിൽ ഉൾപ്പെടാത്ത കാര്യത്തെ പുതുതായി ഉണ്ടാക്കിയാൽ അവനെയും തള്ളേണ്ടതാണ്, അതും തള്ളേണ്ടതാ. മുഴുവൻ മുജാഹിദിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും സക്കാത്ത് കമ്മിറ്റികൾ മുമ്പെങ്ങനും പിരിച്ചുവിടേണ്ടതും തള്ളേണ്ടതുമാണ് എന്നതിന് വേറെ ഹദീസും ഖുർആനും ആവശ്യം ഇല്ല. എന്നാൽ ഇവരെന്തിനാണ് ഇതുണ്ടാക്കുന്നത്? അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ആളുകളെ സക്കാത്ത് നശിപ്പിക്കുന്നതോടുകൂടി ആ പണം അവരുടെ കയ്യിൽ വരണം. അത് ദീനിനെതിരായി ഉപയോഗിച്ച് അവരുടെ ആശയം പ്രചരിപ്പിക്കണം. അതിനുവേണ്ടി അവരുണ്ടാക്കിയൊരു കുതന്ത്രമാണ് മൗലവിമാര്. അവർക്കറിയാം അതിനായത്ത് തെളിവില്ല, അതിന് ഹദീസ് തെളിവില്ല. അവരുടെ തന്നെ പുസ്തകങ്ങളിലും എന്തിനധികം പ്രബോധനത്തിൽ ജമാഅത്തെ ഇസ്ലാമി പോലും എഴുതി. 1984 ശരീഅത്ത് പതിപ്പിൽ എഴുതി. ഒരു ഭരണകൂടത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. ഒന്നാമതായി എണ്ണുന്നത് സക്കാത്തിന്റെ കാര്യക്ഷമമായ ശേഖരണ വിതരണം. അപ്പൊ ഭരണകൂടത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഖുർആനിലുള്ളതിൽ ഒന്നാണ് സക്കാത്തിന്റെ കാര്യക്ഷമമായ ശേഖരണ വിതരണം എന്ന് വ്യക്തമായി പ്രബോധനത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ എഴുതിയത് കാണാം. ഇപ്പോഴും സക്കാത്തും ആധുനിക സമ്പദ്ഘടനകളും എന്ന് പറയുന്ന പ്രബോധനത്തിലെ ലേഖനത്തിൽ നിങ്ങൾക്ക് കാണാം. സക്കാത്തിന്റെ സംഭരണവും വിതരണവും ഖുർആന്റെയും നബിവചനങ്ങളുടെയും പൂർവീകരായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുടെയും വെളിച്ചത്തിൽ പരിശോധിച്ചാൽ സർക്കാരിന്റെ ചുമതലയാണെന്ന് മനസ്സിലാകും. അപ്പൊ അതൊരു ഇസ്ലാമിക സർക്കാരിന് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഖുർആൻ കൊണ്ട് മനസ്സിലാകും, ഹദീസ് കൊണ്ട് മനസ്സിലാകും, പൂർവീകരായ ഇമാമുകളുടെ അഭിപ്രായം കൊണ്ട് മനസ്സിലാകുമെന്ന് ഞാൻ പറയുന്നതല്ല. ഈ പ്രബോധനത്തിൽ ജമാഅത്ത് ഇസ്ലാമി തന്നെ ഇക്കാര്യം തന്നെ എഴുതിയിട്ടുള്ളതാണ്. ഭരണഘടനയിൽ പോലും സക്കാത്ത് ശേഖരിച്ചിട്ട് അത് അമീർ പറയും പോലെ വിതരണം ചെയ്യണമെന്ന് എഴുതിയ കമ്പനിയാണ് ജമാഅത്ത് ഇസ്ലാമി. ആ ജമാഅത്ത് ഇസ്ലാമി പോലും ചിലപ്പോൾ സത്യം പറഞ്ഞു പോയതാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നത്. അതുകൊണ്ട് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണും ആഖിറത്തിൽ വിശ്വസിക്കുന്നവരാണും അവനവന്റെ പണം ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്ത് ഖുർആനിനും ഹദീസിനും എതിരായ ഈ ബിദ്അത്ത് പിന്തുണച്ചാൽ ആഖിറത്തിൽ പണ്ഡിതന്മാർ അതിന് ഉത്തരവാദികളല്ല എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. അതിലപ്പുറം നമുക്ക് ബാധ്യതയില്ലല്ലോ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണം നടത്തുന്ന സമയത്ത് പോലും കച്ചവടം, ഫിത്ർ സക്കാത്ത്, പണം എന്നിവയുടെ സക്കാത്ത് പിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും ഭരണത്തിൻ കീഴിലും അയച്ചിട്ടില്ല എന്നതാണ് സത്യം. നോക്കൂ നിങ്ങൾ, മുജാഹിദുകൾ അവരുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പതാകവാഹകൻ എന്ന് പരിചയപ്പെടുത്തുന്ന ഇബ്നുൽ ഖയ്യിമുൽ ജൗസി ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്. അദ്ദേഹത്തിന്റെ സാദുൽ മഅദ് ഏറ്റവും വലിയ മഹത്തായ ഗ്രന്ഥമാണ് എന്ന് മുജാഹിദ് സെന്ററിൽ പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് നാമകം എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ സാദുൽ മഅദിൽ അതാ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി പറയുന്നു, വലം യകുൻ മിൻ ഹദീഹി അൻ യബ്അസ സുആതഹു ഇല്ലാ ഇലാഹിൽ അംവാലിൽ ളാഹിറതി മിനൽ മവാശി വസ്സുറൂഇ വസ്സിമാരി.
അതേ മൃഗങ്ങൾ, കൃഷികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഇതിന്റെ ആളുകളുടെ അടുക്കലേക്ക്, അതിന് ബാഹ്യമായ ധനങ്ങളെന്നാണ് പറയുക, ഈ ധനങ്ങൾ ഉള്ളവരുടെ അടുക്കലേക്ക് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയായിട്ട് പോലും സകാത്ത് പിരിക്കാനും മതിക്കാനും പറഞ്ഞേച്ചിട്ടുള്ളൂ. ആരാ പറയുന്നത്? എല്ലാ മുജാഹിദും ഒരുപോലെ അംഗീകരിക്കുന്ന ഇബ്നുൽ ഖയ്യിം അൽ ജൗസി അദ്ദേഹത്തിന്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ 2ാം വാല്യം 10ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഭരണാധികാരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഫിത്ർ സക്കാത്ത് പിരിക്കാൻ വേണ്ടി ഒരാളെ നിശ്ചയിച്ചയച്ചിട്ടില്ല. അതുപോലെ ബിസിനസിന്റെ സക്കാത്ത് പിരിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ചിട്ടില്ല. അതുപോലെ പണത്തിന്റെ സക്കാത്ത് വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടില്ല. എന്നിട്ടോ ഇപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്ത ഒരു കാര്യം പുതുതായിട്ട് ചെയ്യുകയാണ്. അവര് ഭരണാധികാരികളല്ല, സർക്കാരല്ല എന്നതിന്റെ പുറമെ അവര് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഫിത്ർ സക്കാത്ത് പിരിക്കാൻ നടക്കുകയാണ്. അതുപോലെ ബിസിനസ്സുകളുടെ സക്കാത്ത് പിരിക്കാൻ നടക്കുകയാണ്. അതുപോലെ പണത്തിന്റെ സക്കാത്ത് പിരിക്കാൻ നടക്കുകയാണ്. ഇതിൽ ഒരു തെളിവും ഒരു പ്രമാണവുമില്ല എന്ന് ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല. അത് പഠിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, തുഹഫയുടെ 3ാം വാല്യം 371 പേജിൽ എണ്ണുന്നു, ഫിത്ർ സക്കാത്തും കച്ചവട ചരക്കുകളും അതുപോലെ പണവും അതെല്ലാം അംവാലുൽ ബാത്തിന എന്ന് പറഞ്ഞ ബാഹ്യമല്ലാത്ത മുതലിൽപ്പെട്ടതാണ്. അതിനാണ് ആരെയും പറഞ്ഞേക്കാറില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, ഇമാമുകൾക്ക് ഇമാമായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അതാ എഴുതി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് കാണാം, ഞാൻ വായിക്കട്ടെ. ബഹുമാനപ്പെട്ട ഇമാം റബീഉ റളിയല്ലാഹു അൻഹു ശിഷ്യനാണ്. ചോദിച്ചതാണ് സക്കാത്തുൽ ഫിത്ർ നൽകുന്നതിനെ സംബന്ധിച്ച്. സുഇല ശാഫിഈ അൻ സക്കാത്തുൽ ഫിത്ർ ഫഖാൽ തലീഹാ അൻത ബിയദൈക, നിന്റെ കൈകൊണ്ട് നീ ഏറ്റെടുത്ത് ഫിത്ർ സക്കാത്ത് നൽകുന്നത് അഹബ്ബു ഇലയ്യ മിൻ അൻ തത്റുഹഹാ മിൻ ഖിബലി അന്നക അലാ യഖീനിൻ ഇദാ അഅതൈതഹാ ബിനഫ്സിക, നീ അത് കൊണ്ടുപോയി ഒരു ഭരണാധികാരിയെ ഏൽപ്പിക്കുന്നതിനേക്കാൾ, കമ്മിറ്റിനെ ഏൽപ്പിക്കാനുള്ള വിഷയം തന്നെയില്ല, മറ്റൊരാളുടെ അടുക്കൽ കൊണ്ടുപോയി വെക്കുന്നതിനേക്കാൾ എത്രയോ ഞാൻ ഇഷ്ടപ്പെടുന്നത് നീ നിന്റെ സ്വന്തം കൈകൊണ്ട് ഏറ്റെടുത്ത് കൊടുക്കുന്നതാ. എന്തുകൊണ്ട്? അന്നക അലാ യഖീനിൻ ഇദാ അഅതൈതഹാ ബിനഫ്സിക, നിന്റെ സ്വന്തം ശരീരം കൊണ്ട് നീ അത് കൊടുത്താൽ അത് കിട്ടേണ്ടടുത്ത് കിട്ടി എന്നതിൽ നീ ഉറപ്പുള്ളവനായി. വഅൻത ഇദാ തറഹ്തഹാ ലം തതയഖൻ അന്നഹാ വുദിഅത് ഫീ ഹഖ്ഖിഹാ, നീ അത് മറ്റൊരു കക്ഷിയെ, മറ്റൊരു ഭരണാധികാരിയെ തന്നെ ഏൽപ്പിച്ചാൽ അത് കിട്ടേണ്ടടുത്ത് കിട്ടി എന്നതിന് നിനക്കൊരു 100% ഉറപ്പ് കിട്ടുന്നില്ലല്ലോ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയെ തന്നെ ഫിത്ർ സക്കാത്ത് ഏൽപ്പിക്കുന്നതിനെ സംബന്ധിച്ചാ പറയുന്നത്. ഇനിയും നിങ്ങൾക്ക് കാണാം, വഖ്താറു ഖസ്മ സക്കാത്തിൽ ഫിത്രി ബിനഫ്സി അലാ തർഹിഹാ ഇൻദ മൻ തുജ്മഉ ഇൻദഹു, ഒരാൾ ഒരു ഭരണാധികാരിയുടെ അടുക്കൽ സക്കാത്തുകൾ സംഘടിപ്പിക്കപ്പെടുന്നുവെങ്കിൽ ആ ഭരണാധികാരിയുടെ അടുക്കൽ കൊണ്ടുപോയി കൊടുക്കുന്നതിനേക്കാൾ എനിക്ക് എത്രയോ ഇഷ്ടവും ഞാൻ തെരഞ്ഞെടുക്കുന്നതും സ്വന്തം എന്റെ ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കുന്നതാണ്. ബഹുമാനപ്പെട്ടവർ പിന്നെയും ധാരാളം പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സാലിം ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു സക്കാത്തിനെ സംബന്ധിച്ച്. അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മറുപടി ആതിഹ അൻത, നീ തന്നെ കൊടുത്തോ. അപ്പൊ മഹാനവറുകളോട് ചോദിച്ചു, ബാപ്പ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ഫഅഹാ ഇല സുൽത്താൻ, അത് ഭരണാധികാരിയുടെ അടുക്കൽ കൊണ്ടുപോയി കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ലേ? ഖാല, മഹാനവറുകളുടെ മറുപടി ബലാ, ബാപ്പ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വലാകിന്നി ലാ അറാ അൻ തദ്ഫഅഹാ ഇല സുൽത്താൻ, ഭരണാധികാരിയുടെ അടുക്കൽ കൊടുക്കുന്നത് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. കാരണം ബാപ്പയുടെ കാലത്തുള്ള ഭരണാധികാരിയേക്കാൾ എന്റെ ഈ കാലത്തുള്ള ഭരണാധികാരികൾ എത്രയോ പിന്നോട്ടടിച്ചിട്ടുണ്ട് ദീനീ കാര്യത്തിൽ.
അതുകൊണ്ട് തന്നെ ബാപ്പയുടെ കാലത്തുള്ള ഭരണാധികാരികളുടെ കയ്യിൽ കൊടുത്താൽ അവരത് വിതരണം ചെയ്യുമെന്നുള്ള ആ ഉറപ്പ് പോലും ഇന്നത്തെ ഭരണാധികാരിയിൽ തന്നെ ഇല്ലാതെ പോയി എന്നതാണ് ബഹുമാനപ്പെട്ടവരിത് പറയാൻ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരന്മാരെ, ഇത് തന്നെയാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങളും പറഞ്ഞത്. ഭരണാധികാരിയെ ഫിത്ർ സക്കാത്ത് ഏൽപ്പിക്കാൻ പറ്റുമെങ്കിലും അത് കൊടുക്കാതെ സ്വന്തം തന്നെ കൊടുക്കുന്നതാണ് എത്രയോ നല്ലത്. കാരണം എന്താണ്? നിന്റെ സ്വന്തം ശരീരം കൊണ്ട് നീ കൊടുക്കുമ്പോ നിനക്ക് 100% കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞുവെന്ന ഉറപ്പ് കിട്ടുമല്ലോ.